കുബേരചരിതം ആട്ടക്കഥയുടെ പ്രകാശന ചടങ്ങ്, പുസ്തക പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടെത്തിയ മുഴുവൻ പേര് ഇവിടെ സന്നിഹിതരാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും കയറിയിരിക്കണമെന്നും വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഇന്നിവിടെ ഈ പൈങ്കുളം കുടലാറ്റുപുറത്ത് നടക്കുന്ന പ്രൊഫസർ KLM സുവർദ്ധൻ രചിച്ച കുബേരചരിതം ആട്ടക്കഥയുടെ പുസ്തക പ്രകാശനം ഇവിടെ ആരംഭിക്കുന്നു. നമുക്കറിയാം, ശ്രീ KLM സുവർദ്ധൻ വിവിധ മേഖലകളിൽ സാഹിത്യത്തിന്റെ, പാട്ടിന്റെ, മറ്റ് പല മേഖലകളിലും കഴിവ് തെളിയിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന ഫലം എന്ന് പറയാവുന്ന ആട്ടക്കഥ ഒരു തവണ നാം മനസ്സിലാക്കിയതാണ്. അതിന്റെ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് അഭിനയവും നൃത്തവും താളവും സംഗീതവും നാടകീയതയും ഒക്കെ മനസ്സിലുള്ള ഒരാൾക്ക് മാത്രമേ ആട്ടക്കഥ തയ്യാറാക്കാൻ കഴിയൂ. അത്തരം ഒരു മനോഹരമായ രചനയുടെ പുസ്തക പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. അതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരും ഇവിടെ സന്നിഹിതമാണെന്ന് ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് കിടക്കാം. ഈ പരിപാടി നമുക്ക് ഒരു ഭദ്രദീപം കൊളുത്തി സമാരംഭിക്കാം. ഭദ്രദീപം കൊളുത്തുന്നത് തിരുവഞ്ചിക്കുഴി മഹാദേവ ക്ഷേത്രം മേൽശാന്തി കൂടിയായ ശ്രീ പത്മനാഭൻ എംബ്രാന്തി അവർകളെ വളരെ ആദരപൂർവ്വം ഈ ഭദ്രദീപം കൊളുത്തുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സന്ദീപിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കുബേരചരിതം ആട്ടക്കഥയ്ക്ക് വേണ്ട സംഗീതം ചിട്ടപ്പെടുന്നതിൽ ഒരു ഉപാധിയായ ഇതിലെ ചില വരികളെങ്കിലും അല്ലെങ്കിൽ പാടാൻ രചിതാവ് തന്നെ മനസ്സിൽ കണ്ട ശ്രീ സന്ദീപരന്റെ പ്രതിപാട് എന്നെയാണ് ഈ പുസ്തക പ്രകാശനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹത്തെ പ്രാർത്ഥനയോടെ നല്ലൊരു തുടക്കം നൽകുന്നതിനായി വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒപ്പം ഇടയ്ക്കയിൽ ശ്രുതി ചേർക്കാൻ വാസുദേവൻ മുതുകുറിശി എന്ന കണ്ണനും ഉണ്ട്. തനയം തം യക്ഷജാല
ശുഭഗുണപരിസേവ്യം സർവഭക്തോ ഭക്തോത്തമാര്യം നിധി കുലപതി വീരം വിത്തനാഥം കുബേരം ധവളഗിരി നിവാസം കിന്നരേ നമാമി. ഈ ചടങ്ങിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ബ്രഹ്മശ്രീ KC ചിത്രഭാനു നമ്പൂതിരിപ്പാടിനെ ക്ഷണിക്കുന്നു. ഈ കുബേരചരിതം ആട്ടക്കഥ രചിച്ച ബ്രഹ്മശ്രീ KLM സുവർദ്ധൻ കുടലാറ്റുപുറത്തിന്റെ കലാപാരമ്പര്യത്തിന്റെ ഏറ്റവും തിളക്കമാർന്ന കണ്ണിയാണ്. കുടലാറ്റുപുറത്ത് വെച്ച് നടക്കുന്ന ഈ പുസ്തക പ്രകാശത്തിന് ക്ഷണിക്കപ്പെട്ടെത്തിയവരെ സ്വാഗതം ചെയ്യുന്നത് നമുക്കേറെ പ്രിയപ്പെട്ട ശ്രീ KC ചിത്രഭാനു നമ്പൂതിരിപ്പാട് അവർകളാണ്. സുരേഷേട്ടനെ വളരെ സ്നേഹത്തോടെ സ്വാഗത ഭാഷണത്തിന് ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ ഇവിടെ ജീവിച്ച് കൂടലാറ്റുപുറത്ത് മനയിപ്പ് ഫംഗ്ഷൻ ആവുകൊണ്ട് ഇവിടെ കൂടലാറ്റുപുറത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ ഞങ്ങളുടെ പിതൃക്കളെ ഞാൻ ആദ്യം മനസ്സുകൊണ്ട് സ്മരിക്കുന്നു. പിന്നീട് ഇവിടെ ഞങ്ങളുടെ ഇല്ലത്ത് ശ്രീലാകത്തുള്ള പന്നിയങ്കര ഭഗവതി, പൈങ്കുളം തൃക്കോവില് പരദേവതയായിട്ടുള്ള പൈങ്കുളം തൃക്കോവിലെ ശിവൻ, തിരുവഞ്ചിക്കുടി തേവര്, ഞങ്ങളുടെ ഗ്രാമപരദേവതയായിട്ടുള്ള ദക്ഷിണാമൂർത്തി, ഇവരെയും കൂടി ഞാൻ മനസ്സോട് സ്മരിച്ചുകൊണ്ട് മനസ്സാൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുക. KLM സുവർദ്ധന്റെ 4ാമത്തെ പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ആദ്യം സ്വാഗതം പറയുന്നു. പ്രത്യേകിച്ച് ഇന്നിവിടെ ഞങ്ങളുടെ അധ്യക്ഷനായിട്ട് വന്നിട്ടുള്ള ശ്രീ രാംമോഹൻ ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു. അദ്ദേഹം ജനിച്ചത് ഇവിടെ അല്ലെങ്കിൽ കൂടി ഇവിടെ ഞങ്ങൾ ഒരുപാട് കാലം അദ്ദേഹം ഇവിടെ ഞങ്ങളൊപ്പം താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ളൊരു നമ്പൂതിരിമാരുടെ സമ്പ്രദായത്തിൽ അടുത്തുള്ളവരെ എന്ന് പറഞ്ഞ പോലെ ഒരു ആളായിട്ട് മാറിയതാണ്. സാഹചര്യം കൊണ്ട് അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് ഇവിടുന്ന് മാറി താമസിക്കേണ്ടി വന്നു. എന്തായാലും അദ്ദേഹത്തിനെ ഞാൻ വളരെ ഹൃദയംഗമമായ രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ്. രാംമോഹനെ പറയുമ്പോൾ കലാമണ്ഡലത്തിലായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചിരുന്ന ആളാണ്. ഗോവിന്ദവാരുടെ ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വല്ലാതെ വിസ്തരിക്കണമൊന്നുമില്ല. ഒരുപാട് കാലം ഇവിടെ കലാമണ്ഡലത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം കലാമണ്ഡലത്തിൽ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ശിഷ്യരെ അദ്ദേഹം വാർത്തെടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഞങ്ങൾ തമ്മിൽ വളരെ സൗഹൃദത്തിലാണ്. ഞങ്ങളെല്ലാവരായിട്ടും വളരെ സൗഹൃദത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സരസമായിട്ടുള്ള സംഭാഷണം അത് പറയേണ്ടവർക്ക് മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. അത് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ പറയുകയും ചെയ്യും. അതൊന്നും ഞങ്ങൾക്ക് സ്മരിക്കാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന്റെ അഭാവം ഞങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് വിട്ടുപോയി പോയല്ല, ആ ഭാവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ഒന്നുകൂടി
സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ പറ്റിയിട്ടാണ്. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇന്നലെ നിങ്ങളെല്ലാവരും ടി വിയിലും പേപ്പറിലൊക്കെ കണ്ട അദ്ദേഹത്തിനെ പറ്റിയിട്ട് വളരെയധികം ഇനി കഥകളിയായിട്ട് ഒരു പുലബന്ധമില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിനെ പറ്റിയിട്ട് എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് അദ്ദേഹത്തിനായിട്ട് വ്യക്തിപരമായിട്ടുള്ള എന്താ അടുപ്പം എന്ന് വെച്ചാൽ എന്നെക്കാളും ഒരു 5-6 വയസ്സ് 4-5 വയസ്സൊക്കെ കൂടുതലുണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹരി ഞാനൊക്കെ ഒരു കാലത്ത് ഒരു 6-7 വയസ്സ് മുതൽ കഥകളിക്ക് അച്ഛന്റെയും ഹരിയുടെ അച്ഛന്റെയും ഞാൻ എന്റെ അപ്പന്റെയും കൂടി നടക്കണ കാലത്ത് ബാലസുബ്രഹ്മണ്യം ഒരു 10 വയസ്സ് മുതൽ എന്റെ 10 വയസ്സിലൊക്കെ ആയുള്ള കാലത്ത് അവിടെ പഠിക്കാൻ വന്നു ചേർന്നുണ്ട്. ആദ്യത്തെ അരങ്ങേറ്റം മുതലുള്ള ബാലസുബ്രഹ്മണ്യന്റെ വളർച്ച എനിക്ക് വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അത് വളരെ സന്തോഷപൂർവ്വം ഞാനത് രണ്ടാൾക്കാരാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടുള്ളത്. ഒന്ന് അകാലത്തില് മരണപ്പെട്ടു പോയ കെ ഗോപാലകൃഷ്ണൻ ബാലസുബ്രഹ്മണ്യം, രണ്ടാളും ഏതാണ്ട് ഒരേ കാലത്താണ്. ഞങ്ങൾക്കത് എത്രയോ ലവകുശന്മാർ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് അനുസ്മരിക്കാതിരിക്കാൻ പറ്റില്ല. രണ്ടാളും വളരെ രണ്ട് രീതിയിൽ വളരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നു. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. പിന്നെ കല്ലുവഴിച്ചിട്ടയുടെ കല്ലുവഴിച്ചിട്ടിൽ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ടുള്ള കലാമണ്ഡലം ചിട്ടയുടെ ഇന്നത്തെ ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രയോക്താവായിട്ട് മാറിയിട്ടുണ്ട് ബാലസുബ്രഹ്മണ്യം. അദ്ദേഹത്തിന്റെ ഒരു 4 കൊല്ലം മുമ്പും കൂടി ഒരു കല്യാണ സൗന്ദര്യം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആ ചിട്ടയുടെ വൃത്തി വളരെയധികം മനസ്സിനെ സന്തോഷം തോന്നി, വളരെയധികം സന്തോഷം തോന്നി. പലപ്പോഴും പ്രായം കൂടുമ്പോൾ പലപ്പോഴും ചില സ്ഖലിതങ്ങളൊക്കെ പലർക്കും സംഭവിച്ചു എന്ന് വരാം. പക്ഷെ സുബ്രഹ്മണ്യൻ അതേപോലെ നിലനിർത്തുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഞാൻ ഹൃദയംഗമമായ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പറയാനുള്ളത് ബാബു നമ്പൂതിരിയാണ്. ബാബു നമ്പൂതിരി ഞങ്ങൾക്ക് വളരെയധികം വേണ്ടപ്പെട്ട ആളാണ്. ഞാൻ വ്യക്തിപരമായിട്ട് വളരെയധികം അടുപ്പമില്ലെങ്കിൽ കൂടി, കാരണം ഞാനൊക്കെ പ്രീ ഡിഗ്രി എന്റെ ഡിഗ്രിക്ക് ആയപ്പോഴേക്കും ഞാൻ കഥകളിക്ക് കലാമണ്ഡലം നിന്ന് കുറച്ച് മാറിപ്പോയി. അങ്ങനെ പതിവായിട്ട് കഥകളിക്ക് പോകുക എന്നുള്ളൊരു ശീലം ഇല്ലാതെയായിപ്പോയി. അപ്പോൾ ബാബു നമ്പൂതിരിയൊക്കെ വന്ന കാലത്ത് പഠിക്കാൻ വന്ന കാലത്തോ അരങ്ങേറ്റത്തിന്റെ സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷമൊന്നും ഞാൻ അധികം അദ്ദേഹമായിട്ടുള്ള ഈ കലാമണ്ഡലത്തിൽ വെച്ച് കണ്ടായിട്ടില്ല. പക്ഷെ പാട്ട് ധാരാളം കേട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന്റെ മകന്റെ ഇവിടെ കുളിക്കാൻ വരാറുണ്ട്, നീന്താൻ വരാറുണ്ട്. അപ്പൊ അതിനുശേഷം കുറച്ചധികം ഞങ്ങൾ അടുപ്പുണ്ടായിട്ടുള്ളത്. അപ്പൊ ബാബു നമ്പൂതിരിയെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. വളരെ അനുഗ്രഹീതനായിട്ടുള്ള കലാമണ്ഡലം ഗംഗാധരൻ ആശാന്റെ കീഴിലും മാളമ്പിയുടെ കീഴിലൊക്കെ അദ്ദേഹം പഠിച്ച വളരെ അനുഗ്രഹീതനായിട്ടുള്ള ഒരു കലാകാരനാണ്. പിന്നെ പുതിയ കാര്യങ്ങള്, പുതിയ രാഗങ്ങൾ മാളമ്പിയുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിലല്ല എന്നാണ് എന്റെ വിശ്വാസം. എന്റെ വിശ്വാസങ്ങൾ ഞാൻ പറയുകയാണ്, നിങ്ങളോട് ഷെയർ ചെയ്യാണ്, അത്രേ ഉള്ളൂ. കുറച്ചുകൂടി ഗംഗാധരന്റെ വൺമണി ഹരിദാസിന്റെ ഒക്കെ രീതിയിൽ പുതിയ രാഗങ്ങൾ പാടാനോ അതിന് ശ്രമിക്കാനോ ഒക്കെ ഉള്ള ഒരു താല്പര്യവും മനസ്സുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് ഈ ഹമീർ കല്യാണിയൊക്കെ കഥകളിയിൽ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. മറ്റേതിൽ തന്നെ ഇല്ല. കർണാടക സംഗീതത്തിൽ നിന്ന് വളരെ കുറവുകൾ, ത്യാഗരാജ സ്വാമികളുടെ, പിന്നെ അങ്ങനെ വളരെ ദീക്ഷിതരുടെ, പിന്നെ സ്വാതിനാഥ്, ഇങ്ങനെയൊക്കെ വളരെ ഓരോരോ കീർത്തനങ്ങളേ ഉള്ളൂ. പിന്നെ സുബ്ബരായ ശാസ്ത്രികളുടെ അദ്ദേഹത്തിന്റെ ഉണ്ട്. അങ്ങനെ വളരെ കുറച്ച് കീർത്തനങ്ങളെ ഈ ഹമീർ കല്യാണിയിലെ കണ്ടിട്ടുണ്ട്. അതൊക്കെ പ്രയോഗിക്കാനുള്ള ഒരു മനസ്സുണ്ടായതിൽ നന്നായി അതായിരുന്നു. വളരെ സന്തോഷമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഞാൻ ഹൃദയംഗമായിരിക്കും സ്വാഗതം ചെയ്യുന്നു. പിന്നെയുള്ളത് ശ്രീകുമാറിനാണ്. ശ്രീകുമാർ പാപ്പുള്ളി കലാകാരൻ അല്ലെങ്കിൽ കൂടി കലാകാരന്റെ മനസ്സുള്ളൊരു നല്ലൊരു ആസ്വാദകനാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് അത് ഭാവി തലമുറയ്ക്കും കൂടിയും ഉപയോഗമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ട് അതൊരു കഥകളി ശേഖരം എന്ന് പറഞ്ഞൊരു പ്രത്യേകതയായിട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അതിനൊക്കെ അദ്ദേഹം ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ പണ്ടത്തെ നടയിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഉണ്ടായിരുന്നില്ല. അതൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ശ്രീകുമാർ പാപ്പുള്ളി. ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്റെ ചിരകാല സുഹൃത്ത്, ചിരകാല 4ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഒരുമിച്ച് പഠിച്ചു എന്ന് മാത്രമല്ല അനവധി കഥകളിക്ക് തെണ്ടി നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ എന്താന്ന് വെച്ചില്ലാണ്ട് ഹരിയുടെ അച്ഛനായിട്ടുള്ള ആര്യമാഷോട് എനിക്ക് പ്രത്യേകമാകായിരുന്നു നന്ദിയുണ്ട്. എന്റെ കൃഷ്ണപ്പനോടും
ഹരിയുടെ അച്ഛനായിട്ടുള്ള ആര്യമാഷോടും അവർ രണ്ടാളും ഞങ്ങളെ കൊണ്ടുപോയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കഥകളി ലോകത്തൊന്നും കഥകളിയൊന്നും അറിയില്ല. അങ്ങനെ എൻ്റെ ഒരു സെൻസിബിലിറ്റി കഥകളിയുടെ കാര്യത്തിലായാലും എന്ത് കലയുടെ കാര്യത്തിലായാലും അത് വർദ്ധിപ്പിച്ചതിൽ എനിക്ക് രണ്ടാൾക്കും വലിയൊരു പങ്കുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടാളും വാലായിട്ട് അനവധി കഥകളിക്ക് പോയിട്ടുണ്ട്, ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്, തമ്മിൽ തല്ലിയിട്ടുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ആ ഹരിയെ ഞങ്ങൾ അടുത്തുള്ള ആളാണ്, ഏഴിക്കോട്ടെയാണ്. അപ്പൊ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. എന്ത് കാര്യത്തിലും ഞങ്ങൾക്ക് വേണം. ആ ഹരിയെ ഞാൻ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് സന്ദീപ് എന്നിപ്പോ പ്രാർത്ഥനയിലെ സന്ദീപ്, പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഞാൻ ഒരുപോലെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നല്ല ദിനം ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥന. ഒരു കാര്യം കൂടി ഞാൻ കൈയടിച്ച് അവസാനിപ്പിക്കേണ്ടായിരുന്നു. ഒരു കാര്യം കൂടി എനിക്ക് പറയുന്നത്, അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നീട്ടുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് കൂടുതലായിട്ട് പെട്ട അംഗമാണ് ഞാൻ. ഞങ്ങൾ 2-3 ആൾക്കാരെ ഇവിടെ ഉള്ളൂ, സങ്കടമുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു 1200 കൊല്ലത്തെ പഴക്കം സത്യത്തിൽ ഈ കൂടുതലായിട്ടുള്ള മനക്കുണ്ടെന്നാണ് പറയണത്. പക്ഷെ അത് ഐതിഹ്യമാണ്. പക്ഷെ ഒരു 300 കൊല്ലത്തെ പാരമ്പര്യം ഞങ്ങൾക്ക് നിശ്ചയുണ്ട്, എനിക്ക് നിശ്ചയുണ്ട്. കാരണം ഞാനതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി എടുത്ത് ഡോക്യുമെന്റ് ചെയ്ത് അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ 300 കൊല്ലത്തെ പാരമ്പര്യം ഞങ്ങൾക്കറിയാം. ഈ പാരമ്പര്യത്തില് എന്താ പ്രധാനമായിട്ട് ഞങ്ങൾ 2 കാരണന്മാരാണ് 2 കാര്യത്തിലാണ് ഞങ്ങൾ ശ്രദ്ധ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്ലഡിലുള്ളത് അതാണ്. ഒന്ന് വേദപാരമ്പര്യം വളരെയധികം സ്ട്രോങ് ആയിരുന്നു ഞങ്ങളുടെ കാര്യം. കാരണം ഇത്രയധികം വേദപാരമ്പര്യമുള്ളൊരു കുടുംബം, വേദജ്ഞരുള്ള ഒരു കുടുംബം ചുരുക്കമാണ്. വളരെ ഈ മറ്റേ ഋഗ്വേദികളുടെ ഇടയിൽ വളരെ ചുരുക്കമാണ്. കാരണം 5 ആൾക്കാർ ഈ മറ്റേ ഋഗ്വേദത്തിന്റെ കടന്നിരിക്കല് ഈ ഇവിടെയുള്ള വലിയ കടന്നിരിക്കൽ ഋഗ്വേദത്തിന്റെ വലിയ പരീക്ഷ 5 ആൾക്കാർ പാസ്സായിട്ടുണ്ട്. അത് ടിപ്പുവിന്റെ പടയോട്ടത്തിന് ശേഷം ഇത്ര ചെയ്തിട്ടുള്ള ആൾക്കാര്, ഇത്ര കുടുംബാംഗങ്ങള്, ഇത്രയുള്ള ആൾക്കാർ ഒരു കുടുംബമില്ല. കഴിഞ്ഞ തലമുറയിൽ എന്റെ അച്ഛന്റെ ഏട്ടനും കൂടിയും വലിയ കടന്നിരിക്കലെന്ന് പറഞ്ഞ വലിയ പ്രയോഗം കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ അത് വളരെ സ്ട്രോങ് ആണ് ഞങ്ങളുടെ. അതൊന്നും അല്ലാതെ ഈ പ്രയോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ, കടന്നിരിക്കലൊന്നും ഇല്ലാതെ തന്നെ വിദ്യ അഭ്യസിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിത്രകലയും ശില്പകലയും ഞങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ടുള്ളതാണ്. കാരണം എന്റെ ആദ്യത്തെ ഒരു 270 കൊല്ലം മുമ്പ് ടിപ്പുവിന്റെ പടയോട്ടത്തിന് നേരെ ശേഷമുള്ള ഞങ്ങൾ ആദ്യത്തെ രണ്ടാമത്തെ കാരണവര് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരശുരാമന്റെ ശില്പം ഇപ്പോഴും ഞങ്ങൾ ശ്രീലാകത്ത് വെച്ച് പൂജിക്കുന്നുണ്ട്. ഒറ്റ പ്ലാവിന്റെ തടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ശില്പമാണ്. അതിപ്പോഴും ഞങ്ങൾ അവിടെ പൂജിക്കുന്നത്. ഈ പരശുരാമന്റെ ശില്പം വേറെ എവിടെയുണ്ടോ തോന്നുന്നില്ല. ആകെ തിരുവല്ലത്തോട്ടേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ അവിടെ അല്ലാതെ വേറെ എവിടെയുണ്ടോ തോന്നുന്നില്ല. പിന്നെ അതിന് ശേഷം എല്ലാ തലമുറയിലും ഈ പാഞ്ഞാളിലുള്ള അമ്പലത്തില് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊരു കാരണവരാണ്. അതൊരു 5-6ാമത്തെ തലമുറയിൽപ്പെട്ട ഒരാളാണ്. പിന്നെ ഈ അമ്പലത്തിൽ ഞങ്ങളുടെ ഈ പൈങ്കുളം റുക്കോവിൽ അമ്പലത്തിലെ ശിവന്റെയും വിഷ്ണുവിന്റെയും ചുമരുമ്പില് മുഴുവൻ 4 ഭാഗത്തും ചിത്രം വരച്ചിട്ടുണ്ട്. രാമൻ നമ്പൂരിപ്പാട് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഏട്ടനാണ് സാക്ഷാൽ പൈങ്കുളം രാമചാരിയുടെ അച്ഛനായിട്ടുള്ള കുഞ്ചുണ്ണി നമ്പൂരിപ്പാട്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ തലമുറയിലും കൂടിയും ചിത്രകാരനുണ്ട്. KC ചിത്രഭാനു എന്ന് പറഞ്ഞ കോളേജ് ഓഫ് ഫൈനാൻസിൽ പഠിപ്പിച്ചിരുന്ന അദ്ദേഹം ചിത്രകാരനായിരുന്നു. എന്റെ മകള് ചിത്രകാരനാണ്. അങ്ങനെ എല്ലാ തലമുറയിലും ഞങ്ങളൊരു വല്ലാതൊരു അനസ്യൂതായിട്ടുള്ളൊരു ധാരയുണ്ട്. വേദം അൺഫോർച്ചുനേറ്റ്ലി ഇല്ലാതെ, പക്ഷെ ഇതിലുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അവിടെ സാഹിത്യകാരനായിട്ടൊരാളില്ല. സാഹിത്യകാരനായിട്ടൊരാളില്ല എന്ന് പറയുന്നത് അത് കുട്ടനായി സുവർദ്ധനായിട്ടാണ് സാധിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിന് ഞാൻ സുവർദ്ധനോട് വളരെയധികം സന്തോഷമുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ സമാധാനമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതോടുകൂടി എന്റെ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കുടലാറ്റുപുറത്തിന്റെ കലാപാരമ്പര്യത്തിന്റെ മനോഹരമായൊരു കണ്ണിയാണ് ശ്രീ KLM സുവർദ്ധൻ എന്ന് നമുക്ക് അറിയാം. തുടർന്ന് ഈ കുബേരചരിതം ആട്ടക്കഥാ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഖ്യാതിഥികളെ ആദരിക്കുന്നതിനായി നമ്മെ ശ്രീ തെക്കാട് കൃഷ്ണൻ നമ്പൂരിയെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം. ശ്രീ കലാമണ്ഡലം ബാബു നമ്പൂതിരി.
അറിമുഖമാണ്. ശ്രീകുമാർ പാപ്പള്ളി. ോടുള്ള അഗൈരവുമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് നീണ്ട ചരിത്രവും ആവർത്തനങ്ങൾ കൊണ്ടുവന്ന നിർജീവത്വവും ജഡത്വവും അത് പരിഹരിക്കാനെന്ന മട്ടിലിറങ്ങിയ നിരവധി പുതിയ ആട്ടക്കഥകളും കണ്ടും തൊട്ടുമറിഞ്ഞ ചുരുക്കത്തിൽ ആട്ടക്കഥകളുടെ ചരിത്രത്തിലെ ഗതിവിധികൾ മനസ്സിലാക്കിയ ശ്രീ കലാമണ്ഡലം രാമമോഹൻ തന്നെയാണ് ഈ കുബേരചരിതം ആട്ടക്കഥയുടെ പുസ്തക പ്രകാശന ചടങ്ങ് നിയന്ത്രിക്കാൻ ഏറ്റവും യോഗ്യൻ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നിയന്ത്രിക്കണമെന്ന് വളരെ ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ സുവർദ്ധനെ കുട്ടിക്കാലത്ത് ഒരു ഡാൻസ് കാണുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന കാലത്താണ്. അന്ന് ആരാ പഠിപ്പിച്ച? ശോഭ, ഗീതാനന്ദൻ്റെ ഭാര്യ ശോഭയെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ സുവർദ്ധൻ്റെ കയ്യിൽ ഇല്ലാത്തത് എന്തൊക്കെയാണെന്നാണ് ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ഈ സുവർദ്ധനൻ ആട്ടക്കഥ എഴുതുക എന്ന് പറഞ്ഞാൽ ആട്ടക്കഥാ സാഹിത്യത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഒരു കവിത അല്ലെങ്കിൽ ഒരു കാവ്യം ഒക്കെ ആണെങ്കിൽ അതിന് വൃത്തം അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷെ ആട്ടക്കഥയ്ക്ക് ഇത് മാത്രമൊന്നുമല്ല. അതിൽ ഈ അഭിനയത്തിന് പാകത്തിൽ എന്താ പറയേണ്ടത്, പദങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങളായാലും അതൊക്കെ ഒരു വിന്യസിക്കുക എന്ന് പറയുക നല്ലത്. അത് അതിലങ്ങ് ചേർക്കുകയാണ്. ആ ഒരു കഴിവ് അതിൽ പ്രത്യേകിച്ചും ഞാനത് അതിൽ പറഞ്ഞിട്ടുണ്ട്. സംസ്കൃത പദങ്ങൾക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് അർത്ഥങ്ങളും നാനാർത്ഥങ്ങളും അത് മറ്റു ഭാഷയിലുള്ള പല വാക്കുകൾക്കോ അല്ലെങ്കിൽ പദങ്ങൾക്കോ ഇല്ല. അപ്പൊ അതിനെ അനായാസമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടാവുമ്പോൾ അർത്ഥത്തിൽ നമുക്ക് ശങ്ക വരും. അത് വരണം, അപ്പോഴേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കൂ. അപ്പോൾ അർത്ഥം നമുക്ക് വ്യക്തമാണ് എങ്കിൽ അത് ഒരു പ്രശ്നമല്ല. പക്ഷെ അർത്ഥം വ്യക്തത അല്ലാണ്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ നാനാർത്ഥങ്ങളൊക്കെ വരിക. അപ്പോൾ ഏതാണ് ഇവിടുത്തെ അർത്ഥം എന്നുള്ളത് ഒരു ചിന്ത. അതാണ് ഈ സംസ്കൃത പദങ്ങൾക്കുള്ള ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാനം. അത് നമുക്ക് ഒരു ഗുണം എന്ന് പറയാം. അപ്പോൾ ഈ നാനാർത്ഥങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ ഈ കവിത രചിക്കാനും പറ്റില്ല, ആസ്വദിക്കാനും പറ്റില്ല. വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ചിലപ്പോ നിഘണ്ടുവിന്റെ സഹായം തന്നെ വേണ്ടി വന്നുകൂടായില്ല. അത്ര അധികം നിഷ്കർഷയോട് കൂടിയിട്ട് അങ്ങനെ ഈ ആട്ടക്കഥാ സാഹിത്യം എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹിത്യം തന്നെ രൂപം കൊണ്ടത് അങ്ങനെയാണ്. അപ്പൊ അഭിനയം അതില് ചേരണം, അഭിനയിക്കാൻ പാകത്തിലാവും. അല്ലാണ്ട് കവിത വെറുതെ ആസ്വദിക്കാൻ നമുക്ക് മതി. പക്ഷെ ആട്ടക്കഥ ആവുമ്പോൾ അത് ആസ്വദിച്ചാൽ പോരാ, നമുക്കത് ആസ്വദിക്കുന്നതിനോടൊപ്പം അത് ഒരു അനുഭവിക്കുക എന്നും കൂടി പറയണം. അപ്പൊ അത്തരം ഞാനിപ്പോ ഈ ആട്ടക്കഥയല്ല, അതിനു മുമ്പത്തെ സ്കന്ദ വിജയം, അതന്നെ സ്കന്ദ വിജയം ഏത് കൊല്ലത്തിലാന്ന് ഓർമ്മ? 2022 അന്ന് മുതൽക്ക് ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പോ എനിക്ക് അത് മുഴുവൻ വായിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ ആ പുസ്തകം ഉണ്ടേലും. അപ്പൊ ഞാൻ സാധാരണ എനിക്ക് കഥകളി കാണുന്നതിലേറെ ആട്ടക്കഥ വായിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ. അതെന്താ വെച്ചാൽ കഥകളി കാണാൻ നമുക്ക് ചില പ്രത്യേക സൗകര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കളി ഉള്ളപ്പോഴേ പറ്റും. ഇത് നമുക്ക് എപ്പോഴും ചെയ്യാം. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇട്ട് വായിക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞത്ര ആട്ടക്കഥകളൊക്കെ വായിക്കാറുണ്ട്, വായിച്ചിട്ടുമുണ്ട്. അതിൽ നിന്ന് ആസ്വദിക്കാനും ഞാൻ ശീലിച്ചിട്ടുണ്ട്. അപ്പൊ ആ മാതിരി അന്ന് മുതൽക്കേ ഈ ആട്ടക്കഥകളിൽ പിന്നെയാണ് ഞാൻ കാണുന്ന കൈകൊട്ടി കളിപ്പാട്ടുകൾ ധാരാളം എഴുതുന്നു സുവർദ്ധന്. അപ്പോ അത് ഈ പറഞ്ഞ മാതിരി തന്നെയാണ്. അതിൽ അഭിനയം അല്ലെങ്കിൽ നൃത്തത്തിന് പ്രാധാന്യമുള്ളതാണ്. അഭിനയത്തിന് അത്ര പ്രാധാന്യം ഇല്ലല്ലോ കൈകൊട്ടി കളിയിൽ, പക്ഷെ നൃത്തത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോ അതും
നൃത്തത്തിന് പ്രാധാന്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ താളം, അതാണല്ലോ പ്രധാനമായിട്ട്. അത് എന്താണ് കവിതയുടെ ഏത് ഭാഗമാണെന്നാ പറയുന്നത്? ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ താളം എന്ന് പറഞ്ഞാൽ മാത്ര എന്നൊക്കെ നമ്മൾ പറയണം, അതിന്റെ ഒരു ഇതാണല്ലോ ഈ. അപ്പോ ഈ കവിതയ്ക്കും മാത്രമുണ്ട് അത് സന്നിവേശിപ്പിക്കുക എന്നുള്ളത്. അതൊക്കെ ഞാൻ അധികം വീണില്ല, അതൊക്കെ ഞാനിതിൽ കാണുന്നുണ്ട് എന്ന മാതിരി. അപ്പോൾ സുവർദ്ധന്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അത് വായിച്ചു, ഞാൻ ഒരു ചെറിയ അഭിപ്രായം കുറിച്ചിട്ടുണ്ട്. അത് സാരില്ല, അത് അത്രയ്ക്ക് പ്രാധാന്യമുള്ളതൊന്നുമല്ല. പക്ഷേ ഏതായാലും ഇത് അവതരിപ്പിച്ച് കാണണം. അതിന് ഇപ്പൊ കഴിഞ്ഞ കുബേരചരിതം വരുന്നതിന് മുമ്പേ സ്കന്ദപുരാണം അത് ഞാൻ കാണാൻ പറ്റിയില്ല. കാരണം അത് അവിടെ ശ്രീകൃഷ്ണപുരത്ത് വെച്ചിട്ടായിരുന്നല്ലോ അത്. അപ്പൊ എനിക്ക് അവിടേക്ക് വരാനുള്ള അസൗകര്യം കാരണം, എന്റെ ആരോഗ്യസ്ഥിതി കാരണം പറ്റിയില്ല. ഇതും അവിടെ അച്ഛനാണെങ്കിൽ എനിക്ക് വരണമെന്നുണ്ട്, കാണണമെന്നുണ്ട്. ഏതായാലും അത് പ്രകാശനം ചെയ്യുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ഇത് സ്വീകരിക്കാൻ ബാലസുബ്രഹ്മണ്യനെ ക്ഷണിക്കാം. ബാലസുബ്രഹ്മണ്യനെ ഇന്ന് ഞാൻ രാവിലെ പേപ്പർ എടുത്തപ്പോഴാണ് പാലക്കാട് എഡിഷൻ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ബാലസുബ്രഹ്മണ്യൻ, അതും ഈ ചെല്ലിയാട്ടത്തിന് എന്ത് ചെല്ലിയാട്ടം എന്ന് പറഞ്ഞാൽ ഈ മറ്റേ പരിധികായമണിയൊക്കെ കെട്ടിയിട്ടുള്ള ആ ഒരു വേഷത്തില്. അപ്പോഴാണ് മുമ്പിൽ ആരാ എനിക്ക് മനസ്സിലായിട്ടില്ല, കാരണം എനിക്ക് കാഴ്ചയും കൊട്ടു. ഞാൻ ലെൻസൊക്കെ എടുത്ത് നോക്കി. അപ്പൊ ഇതിപ്പോ എന്നോ വേണ്ടതാണ്. കാരണം പാനപ്രസവത്തിന്റെയൊക്കെ ആ കാലത്ത് സുബ്രഹ്മണ്യൻ കുറെ അവിടെ അധ്വാനിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആവശ്യം തന്നെയാണ്. ഏതായാലും നന്നായി, സുബ്രഹ്മണ്യൻ തന്നെ അത് സ്വീകരിക്കണം എന്നുള്ളത്. മാത്രമല്ല കഥകളി രംഗത്തും തന്നെ ഇന്നിപ്പോ സുബ്രഹ്മണ്യൻ ഒരെണ്ണം എന്ന് പറയട്ടെ നന്നായി. പിന്നെ സുബ്രഹ്മണ്യനെ ചെറുപ്പത്തിലേ എനിക്കറിയാം. അതിനു മുമ്പേ സുബ്രഹ്മണ്യനെ അറിയുന്നതിന് മുമ്പ് സുബ്രഹ്മണ്യന്റെ അച്ഛനെ അറിയാം, രാമവാരൻ. അതെന്താ വെച്ചാൽ അദ്ദേഹത്തിന് ആനക്കോപ്പ് പണി അത് വാടകയ്ക്ക് കൊടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ഈ വെഞ്ചാമരം ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുണ്ട് കഥകളിയുടെ ആവശ്യത്തിന്. അപ്പൊ ഞാൻ ആദ്യം സമീപിച്ചത് ഈ രാമവാരെ സമീപിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എന്റെ ഗുരുനാഥന്മാരൊക്കെ വാര്യന്മാരാണ്. അപ്പൊ ആ ഒരു ബന്ധത്തില് രാമവാരെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അത് വളരെ കാലം തുടർന്നു. അപ്പൊ എനിക്ക് വെഞ്ചാമരം ആവശ്യം വന്നാൽ ഞാൻ രാമവാരെയാണ് പോയി കാണുക, എനിക്ക് കിട്ടാറുമുണ്ട്. അപ്പൊ ഈ രാമവാര് പിന്നൊന്ന് പറഞ്ഞത് സുബ്രഹ്മണ്യൻ തന്നെയാണ്. സുബ്രഹ്മണ്യനെ അറിയണ്ടാവും. പണ്ടത്തെ അണിയറയില് ഒരു മോണുണ്ട്, ഇപ്പോഴത്തെ അണിയറയിൽ അതില്ല എന്ന് പറയണ്ടേ. അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞത്. അതിപ്പോ എന്താ ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, വിവരിക്കുന്നില്ല. ഏതായാലും അങ്ങനെ ആ ഒരു പാരമ്പര്യം അത് കഥകളിയിൽ കൂടെ ആണെങ്കിലും ബാലസുബ്രഹ്മണ്യനെ ധാരാളം ശ്രദ്ധിച്ചു. സന്തോഷമുണ്ട്. പിന്നെ ബാലസുബ്രഹ്മണ്യൻ കഥ നമുക്ക് പഠിക്കാമെന്ന പോലക്ക് ഇപ്പൊ ഇതുവരെ എനിക്ക് പരിചയമുണ്ട്. വളരെ വേണ്ടപ്പെട്ടതാണ്. സന്തോഷമുണ്ട്. അപ്പൊ ബാലസുബ്രഹ്മണ്യനെ സ്വീകരിക്കണതിൽ സന്തോഷമുണ്ട്. ഞാൻ സുബ്രഹ്മണ്യനെ സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു. പാകത്തിലുള്ള സമയത്താണ് കഥാകാരനും അതിന്റെ ഗുരുനാഥനും ഇന്നിപ്പോ ഇളം തലമുറ എന്ന് പറയുകയില്ല, എങ്കിലും ഇന്നത്തെ ആധുനിക, അതായത് ഒരു 1 ജില്ലാനും 2 കൊല്ലത്തിനിടയ്ക്ക് അംഗീകരിക്കപ്പെട്ട, കൂടുതൽ അംഗീകരിക്കപ്പെട്ട, മുമ്പ് തന്നെ അംഗീകരിക്കപ്പെട്ടതാണ്, പക്ഷെ കൂടുതൽ അംഗീകരിക്കപ്പെട്ട ബാലസുബ്രഹ്മണ്യനെ ഞാനത് സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു. കുബേരചരിതം ആട്ടക്കഥയുടെ പുസ്തക പ്രകാശന ചടങ്ങാണ് നടക്കുന്നത്. ഇത് സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ ബാലസുബ്രഹ്മണ്യ ആശാനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈ കുബേരചരിതം ആട്ടക്കഥയുടെ രചനയിലുടനീളം ശ്രീ KLM സുവർദ്ധന്റെ മനസ്സിലെ അരങ്ങിൽ ആടിത്തകർത്തത് ബാലസുബ്രഹ്മണ്യ ആശാനായിരിക്കണം. ഇനി അത് യഥാർത്ഥ അരങ്ങിൽ അനുഭവവേദ്യമാക്കുന്നതും ബാലസുബ്രഹ്മണ്യ ആശാൻ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കുബേരചരിതം ആട്ടക്കഥ ഈ പ്രകാശന ചടങ്ങിൽ ഏറ്റുവാങ്ങാൻ ഏറ്റവും അനുയോജ്യൻ ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യ ആശാൻ തന്നെയാണ്.
കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയായ അദ്ദേഹത്തെ വളരെ ആദരവോടെ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. നൽകുന്നതിനായി ശ്രീ രാംമോഹൻ അവർക്കളെയും ക്ഷണിക്കുന്നു. ബാലസുബ്രഹ്മണ്യാശാനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, ഞാൻ രാമോഹന്റെ പേര് വിളിക്കാറില്ല. അത് കുട്ടിക്കാലം മുതൽ എൻ്റെ ഒരു കുലത്തിൻ്റെ മഹിമ തിരുമേനിനെ വിളിക്കാറുണ്ട്. എല്ലാവരും രാമോഹനെ വിളിക്കും. ഒപ്പം ഞാൻ അങ്ങനെ വിളിക്കാറില്ല. എൻ്റെ ഒപ്പമുള്ളവരും അങ്ങനെയൊക്കെയാണ് വിളിക്കും. പക്ഷെ ഞാൻ വിളിക്കാറില്ല, തിരുമേനി എന്നാണ് പറയാറ്. അത് എന്തോ എൻ്റെ അച്ഛൻ്റെയോ മടിയാളിയാണെങ്കിൽ പോലെ അധ്യക്ഷനായ രാമോഹൻ, തിരുമേനി രാമോഹൻ ബാബു, ഹരികുമാർ, ശ്രീകുമാർ പാപ്പുള്ളി, ഇതിന് മുന്നിലിരിക്കുന്ന എല്ലാ നല്ല മനസ്സോടുകൂടി എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കുടലാറ്റൂരവും മനക്കിൽ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനൊരു സൽക്കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്, സപ്തതി കഴിഞ്ഞ് ഇങ്ങനെ ആദ്യമായിട്ടൊരു പുസ്തകം സ്വീകരിക്കാനും അത് ഒരു ഉത്തരവാദിത്വം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരികയാണ് ഉണ്ടായത്. ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തരുമ്പോൾ ആ ഉത്തരവാദിത്വം തന്ന ആളുടെ യോഗ്യത, കഥകളിയിലെ അണിയറെ ചുറ്റി മേക്കും അതിൻ്റെ അധിപനായ ഇന്ന് കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട അധിപനായ രാമോഹന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അറിഞ്ഞുകൊണ്ട് വാങ്ങാനുള്ളതായ യോഗ്യതയുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ഈ പുസ്തകം എനിക്ക് കിട്ടിയത് ഞാൻ വളരെ ധന്യനാണ്. അതുപോലെ തന്നെ ഞാൻ ഈ കൂടാറ്റുമറിനെ പറ്റി പറയാം. ഞാൻ ആദ്യം ഈ കേൾക്കുന്നത് കൂടാറ്റുപുറം, ഈ പൈങ്കുളം എന്ന് പറയുമ്പോൾ കൂടാറ്റുപുറം എന്ന് കേൾക്കുന്നത് ആനയുടെ പേരാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്ന മുതലേ ആനയുടെ പട്ടയും ആനയുടെ സമയങ്ങളും അതിൻ്റെ ഇടയിലായിരുന്നു ജീവിതം. അപ്പോൾ കൂടാറ്റുപുറം ആന, അപ്പോൾ കൂടാറ്റുപുറത്ത് മനക്കിനെ പറ്റി സംസാരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ അപ്പോൾ കൂടാറ്റുപുറം ആന അത്. അപ്പോൾ അങ്ങനെ ഇവിടെ അങ്ങനെ കേട്ട പിന്നെ ഇവിടെ നിന്നുള്ള ഒരു ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കാൻ ചേർന്ന കാലഘട്ടത്തിൽ ഒരുപാട് ചെറിയ പ്രായക്കാരായ നല്ല കഥകളി ആസ്വാദകരുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് വന്ന ഒരു ആൾക്കാരാണ് നമ്മുടെ ഹരികുമാറും ഇത് ഇവിടെ പഴയ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലം മുതൽ എന്നെ അരങ്ങേറ്റം കഴിഞ്ഞ അതാണ് കണ്ട ആളാണ്. അതെ, ഹരികുമാറിന്റെ അച്ഛനൊക്കെ അരങ്ങേറ്റം കഴിഞ്ഞ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഒരിക്കലും പറഞ്ഞു. അങ്ങനെ ഒരുപാട്. പിന്നെ ഹരികുമാറിന്റെ ഹരിയുടെ അനിയനും ഞാനും ഒരേശം ഒരു കാലഘട്ടത്തിൽ കലാമണ്ഡലത്തിൽ ഏട്ടൻ. അപ്പോൾ അനിയൻ ഞങ്ങളൊപ്പം തന്നെ ഏകദേശം. അങ്ങനെയുള്ള ഈ ഒരു സുഹൃത്ത് ബന്ധത്തിൽ ഇവിടെ അനവധി കളികൾക്ക് വന്നിട്ടുണ്ട്. എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയതൊന്നും ഉണ്ടാകുന്നത്. ഓരോരോ സ്ഥലത്തെ കളികൾ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ രാമസാഖ്യരാജാന്റെ അവാർഡ് വാങ്ങുമ്പോൾ ഉണ്ടായ എൻ്റെ ഒരു ഉത്ഭവം അതൊന്നും അതുപോലെ എനിക്ക് വേറൊരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നാറ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ആസ്വാദകരുടെ മുന്നിൽ നിന്നുള്ള ആസ്വാദകരുടെ വലിപ്പം കണ്ടുകൊണ്ട് കലാകാരൻ കാണിക്കുമ്പോണ്ടാകുന്ന പെർഫെക്ഷൻ ഉത്സവപ്പറമ്പിൽ പോയി കളിക്കുമ്പോൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഈ പ്രദേശത്ത് ഞാൻ ഈ പുസ്തകം സുഹൃത്തൻ ഞാൻ ഫോണിലൂടെയാണ് ആദ്യം
സംസാരിക്കും, ഇങ്ങനെ വേണം എന്ന്. എൻ്റെ വീട്ടിൽ വരികയും ഇങ്ങനെ ഒന്നുണ്ട് എന്ന് പറയും. അപ്പം ഞാൻ കുബേര ചരിതം എന്നാണ് പറയുന്നത്. വൈശ്രവണൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഇന്ന് കഥകളിയിൽ ശരിക്കും പറഞ്ഞാൽ കളർകോട് നായരുടെ ഗണപതി അതിൽ മാത്രം അതിൽ ശിവൻ വൈശ്രവണന്റെ പരിണവതും ഈ ഭാര്യയുമായിട്ടുള്ള വിവിധ വേഷങ്ങൾ മാറിയിട്ടുള്ള നടത്തും, അങ്ങനെ ഒരു അതുണ്ട്. നല്ലൊരു കഥയാണ്. പക്ഷെ അതിൽ വൈശ്രവണൻ ഈ തോറ്റു പോകുന്ന വൈശ്രവണൻ എപ്പോഴും വൈശ്രവണനെ എപ്പോഴും തോറ്റിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ വൈശ്രവണന്റെ ഞാൻ കുബേര ചരിതം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണ് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്. അപ്പൊ ഇതാണ് ഈ ആട്ടക്കഥ. ഞാൻ പറയുമ്പോൾ ഒരു ആട്ടക്കഥ എഴുതാന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിക്കോളും. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവിന്റെ ബ്രെയിൻ പോലും അത് ചില സമയത്തേ ഉണ്ടാവും. അതിന് ആ മനുഷ്യന് സംഗീതം വേണം, താളം വേണം, സംസ്കൃതം ഈ ഉത്പത്തി വേണം, എല്ലാം ഉണ്ടായാലും ഭാവന കൂടി വേണം. ഭാവനയോട് കൂടി ആട്ടക്കഥ എഴുതുമ്പോൾ നല്ല ഭാവന ഉണ്ട്. ആ തരത്തിൽ എഴുതണം. അപ്പൊ ഞാൻ ഹരികുമാറായിട്ട് വളരെ ക്ലോസാണ്. ഹരികുമാരൻ ഞാൻ ചോദിച്ചു അതുപോലെ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് അനവധി ആട്ടക്കഥകൾ ഞാൻ പുതിയത് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം വരുമ്പോഴും എഴുതി കുടുംബത്തിൽ ഒരുപാട് അക്ഷരങ്ങളുണ്ടാവും. അതെങ്ങനെ പാടണമെന്നുള്ളതും അതെല്ലാം പാട്ടുകാരോ അധിവേഷക്കാരോ ഇങ്ങനെയായിട്ട്. ഈ സുവർദ്ധനന്റെ മനസ്സിലൊരു സംഗീതമുണ്ട്. സംഗീതത്തോട് കൂടിയിട്ടാണ് ആട്ടക്കഥ എഴുതുന്നത് എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഭാവന സംഗീതത്തോട് കൂടിയിട്ട് അവനോട് ഉള്ളിൽ കിടക്കുന്ന ഈ സംസ്കൃത പാണ്ഡിത്യം കുലലാത്വറും മനുഷ്യരെ ആ പാരമ്പര്യത്തിൻ്റെ കിടക്കുന്ന ആ സംസ്കൃതത്തിൻ്റെ വിപ്പറ്റിയിലൂടെ ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ സംഗീതമുണ്ടെങ്കിൽ ആട്ടക്കഥ വിജയിക്കും, സംശയിക്കുന്നു. സംഗീതം അത് ഒന്നും നമുക്ക് ചെയ്യണ്ട. പിന്നെ ഉള്ളത് എഴുതുന്ന ആളുടെ ഭാവന എന്താണ്. ഞാൻ നടനെ സംബന്ധിച്ച് പറയാം. നടനെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എഴുതിയ കലാകാരൻ എന്താണ് കണ്ടത് അതിൽ അറിയാൻ സാധിച്ചാൽ ശരിക്കും എളുപ്പമാണ്. ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം ഉണ്ണായി വാര്യരുടെ നളചരിതമോ അട്ടക്കഥ പല വ്യാഖ്യാനങ്ങളും ഉണ്ടാവുന്നുണ്ട്. ആർക്കും ഉണ്ണായി വാര്യരുടെ ആത്മാവിൻ്റെ പോക്ക് പിടിച്ചെടുക്കാൻ സാധിക്കില്ല. ഇതാണ് ശരി എന്ന് പറയാം. വ്യത്യസ്തമായി ഖണ്ഡിക്കാൻ പറ്റും. ആര് ശരി എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ ഖണ്ഡിക്കാം. ഉണ്ണായി കണ്ട അതിന് ആർക്കും. പക്ഷേ അപ്പോൾ ഇത് ഈ ആട്ടക്കഥ ചെയ്യുമ്പോൾ ആട്ടക്കഥ എഴുതിയാലോ ഉണ്ടല്ലോ. അതുകൊണ്ട് കലാകാരന്മാരെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. എന്ത് സംശയമുണ്ടെങ്കിൽ ചോദിക്കും. സംശയത്തിനേക്കാൾ കൂടുതൽ സുവർദ്ധനൻ കണ്ട ഭാവന എന്താണെന്ന് കലാകാരനും അല്ലെങ്കിൽ പാട്ടുകാരനും ഇവർക്ക് കിട്ടിയ എളുപ്പമാണതിന് ചിട്ടപ്പെടുത്തി കഴിക്കുക. പിന്നെ അവർ ഈ കലാകാരന്മാരുടെ ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ള രംഗത്ത് അവതരിപ്പിക്കുന്നത് ചൊല്ലിയാടിയും ഇല്ലാതെ ഞാനിപ്പോൾ വലിയൊരു സംഭവമാണ് എൻ്റെ കയ്യിൽ തന്നത്. പുതിയ ആട്ടക്കഥ എഴുതി അനവധി കളിക്കാൻ വേണ്ടി ഞാൻ ഏറ്റെടുക്കുമ്പോൾ പുതിയ ആട്ടക്കഥ ഇപ്പം ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ സംബന്ധിച്ചുണ്ട്. ഈ ചെവിയുടെ ഈ ലേശം കുറവൊക്കെ അവന് കഴിയുന്നതും ഒഴിഞ്ഞു പോവുകയാണ് ശരിക്കും പറയും. പക്ഷെ സുഹൃത്തനെ പോലെ ഇങ്ങനെയൊരു കഥാകൃത്ത് വന്നിട്ട് ഇങ്ങനെ തരുമ്പോൾ എനിക്കത് ഏറ്റെടുക്കാണ്ട് ഇല്ല. ഞാൻ
ആ കർത്തവ്യം ഗുരുനാഥന്മാരെയും അച്ഛനമ്മമാരുടെയും അനുഗ്രഹം, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എപ്പോഴും എന്നിലുണ്ടാവണം. എന്നാൽ കഴിയുന്ന അന്നാരക്കണ്ണനും തന്നാലായതുപോലെ ഞാൻ ഈ കുബേരചരിതത്തിലുള്ള വൈശ്രവണനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കല്ലൂരി സമ്പ്രദായത്തിൽ പഠിക്കാനും ഈ നിലയിൽ എത്താനും സാധിച്ച എനിക്ക് ആ സമ്പ്രദായത്തിൽ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അത് നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹം ഉണ്ടാവണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം ഞാൻ ഏറ്റുവാങ്ങുന്നു. ക്ഷണിക്കുന്നു. ഈ ആട്ടക്കഥയ്ക്ക് മനോഹരമായ അവതാരിക എഴുതിയ ശ്രീ രാജാനന്ദൻ പറഞ്ഞതുപോലെ ഇതിൽ സവിശേഷമായ ഭാഷാപ്രയോഗങ്ങൾ മനോഹരമായി ഇണക്കി ചേർക്കാൻ ശ്രീ KLM സുവർദ്ധന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് തിരുവാതിരപ്പാട്ടുകളുടെ രചനയെ കൂടി അദ്ദേഹത്തിന് സഹായകരമായിരുന്നിരിക്കണം എന്ന സൂചന കൂടി അതിൽ ഉണ്ടായിരുന്നു. ഈ തിരുവാതിരപ്പാട്ടുകളുടെ രചനയ്ക്ക് പലപ്പോഴും പ്രേരണയും നിമിത്തവുമൊക്കെ ആയിത്തീരിക്കണം സന്ധ്യയ്ക്ക് ഈ നിമിത്തത്തിനും കാരണം. സങ്കീർണ ചരിതം കൊണ്ടല്ലാതെ ലാളിത്യം കൊണ്ട് മികവാർന്ന ഈ കുബേര ചരിതം പരിചയപ്പെടുന്നതിനായി ശ്രീമതി സന്ധ്യാവധുവിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട അഭിനന്ദരായ ഗുരുജനങ്ങളെ, ബന്ധുക്കളെ, എല്ലാവർക്കും സന്തോഷം, സ്നേഹം, നമസ്കാരം. KLM സുവർദ്ധന്റെ ഈ കുബേരചരിതം ആട്ടക്കഥ പുസ്തക പരിചയത്തിന് എന്നെ തിരഞ്ഞെടുക്കാൻ ഉണ്ടായ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൈകൊട്ടിക്കളി പാട്ടുകൾ വേദിയിലെത്തിക്കാനും അത് ആസ്വാദകർക്ക് പകർന്നു നൽകാനും കഴിഞ്ഞു എന്നത് ഒരു സന്തോഷമാണ്, അഭിമാനമാണ്. അദ്ദേഹത്തിന്റെ പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ കറുക എന്ന കൈകൊട്ടിക്കളി സംഘത്തിന്റെ ഒരു കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ. എൻ്റെ പാട്ടുകാർക്ക് ഭയങ്കര ടെൻഷനാണ്, എവിടെ വെച്ചോ മുറിക്കും. അതായത് അത്രയും ശുദ്ധമായ, അത്രയും സൗന്ദര്യമായ, അത്രയും കഠിനമായ വാക്കുകളും വാചകങ്ങളുമാണ് അതിലുണ്ടാവുക. അപ്പോൾ പാട്ടുകാർക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ഒരു പങ്ക്. അപ്പൊ ആ ഒരു സന്തോഷം അത് കാരണമായിരിക്കാം എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ ആട്ടക്കഥ കുബേരചരിതം ലളിതമായൊരു കഥയാണ്, ആട്ടക്കഥയാണ്. സാധാരണ അദ്ദേഹം എഴുതിയ സ്കന്ദവിജയം കുറച്ച് സങ്കീർണമായതായിരുന്നു. എന്നാൽ വളരെ ലളിതമായ ഒരു ആട്ടക്കഥയാണ് കുബേരചരിതം. ഈ ആട്ടക്കഥകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ ആട്ടക്കഥകളിൽ പല പല മുഹൂർത്തങ്ങളും മാത്രമാണ് രംഗത്ത് ആടി കാണുന്നത്. അതുകൊണ്ട് തന്നെയാവണം അദ്ദേഹത്തിന്റെ ഈ ആട്ടക്കഥയിൽ മുന്തിയ പ്രധാന മുഹൂർത്തങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ലളിതമായി കഥ പറയുന്നതാണ് കുബേരചരിതം ആട്ടക്കഥ. കുബേരനും പത്നിയും ചേർന്നുള്ള പുറപ്പാടോടെയാണ് ഈ ആട്ടക്കഥ ആരംഭിക്കുന്നത്. അപ്പൊ ആ പുറപ്പാട് നമുക്കറിയാലോ. പുറപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധ്യതകളും, താളത്തിനും പാട്ടിനും അതുപോലെ തന്നെ നൃത്തത്തിനും എല്ലാ സാധ്യതകളിലും പുറപ്പാടിലുണ്ട്. നൃത്തത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും വിധമാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഭാഷാപ്രയോഗങ്ങളുടെ സൗന്ദര്യവും വൈവിധ്യവും ഇതിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ മറ്റ് കൃതികളിൽ എന്ന പോലെ ഇവിടെയും നമുക്ക് ഇതിന്റെ വാക്കുകളുടെയും വാചകങ്ങളുടെയും വിന്യാസം നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഓരോ വാക്കുകളും നമുക്ക് അറിയാം, ഡിക്ഷണറി നോക്കിയാലാണ് അതിന്റെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ആശാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഭദ്രയും തോഴിയും കൊട്ടാരത്തോട് ചേർന്നുള്ള ഉപവനത്തിൽ പ്രവേശിച്ച് പൂവനത്തെ വർണ്ണിക്കുന്നതാണ് ആദ്യ രംഗം. വളരെ മനോഹരമായിട്ടുള്ള സാരി പദമാണിത്. അത് വരാളി രാഗത്തിൽ ചെമ്പട താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ആ
കലാകാരൻ അവിടെ ആടിത്തിമിർക്കണമെന്ന്. അതായത് സാരി പദം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു പദമാണ് സാരി പദം. ഈ പൂവനത്തിന്റെ അടുത്തതായി പൂവനത്തിന്റെ വർണ്ണന ആണ് വളരെ മനോഹരമായ, അതായത് ഭദ്രയും തോഴിയും കൊട്ടാരത്തോട് ചേർന്നുള്ള ഭവനത്തിൽ പ്രവേശിക്കുന്ന ആദ്യ രംഗം കഴിഞ്ഞ് വളരെ മനോഹരമായ സാരിപദത്തോട് തുടങ്ങി വരാളി രാഗത്തിൽ ചെമ്പട താളത്തിലാണ് ഈ പദം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ പൂവനത്തിന്റെ വർണ്ണന കാണികളുടെ കണ്ണിനും കാതിനും ഇമ്പമേകും. തുടർന്നുള്ള നാഥനാമക്രിയയിലെ ശ്ലോകം സാരി പദത്തിൽ നിന്നും ഭദ്രയുടെ പദത്തിലേക്കുള്ള ട്രാൻസിഷൻ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. രാഗമാലികയിലുള്ള ഈ പദം നായികയുടെ പദത്തിലെ ചരണം നാഥനാമക്രിയയിൽ അടിവൃന്ദം മറക്കുന്ന മലർവാടി അനിലൻ അണയുമ്പോഴുണ്ടാകുന്ന സുഗന്ധം അനുഭവവേദ്യമാണ്. ചരണം 2 ഹമീർ കല്യാണിയിൽ കിളികളുടെ കേളികൾ വർണ്ണിച്ച് കലാശമെടുക്കുന്നു. ചരണം 3 തോഴിമാരുടെ മറുപടി കാപ്പി രാഗത്തിലാണ്. അടുത്തതായി രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രംഗങ്ങളാണ് ഇതിലുള്ളത്. അടുത്ത രംഗത്തിൽ പത്നിയും അതുപോലെ കുബേരനും തമ്മിലുള്ള ശൃംഗാരപദമാണ്. എല്ലാ കഥയിലേലും പോലെ കാമ്പോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ ശൃംഗാരപദം അതും അതെ, നമുക്ക് വായിക്കുമ്പോൾ തന്നെ കുളിർമയേറും. അത് അദ്ദേഹം ആടി തിമർക്കുമ്പോഴും അതുപോലെ ബാബുവേട്ടൻ പാടി ഇതാകുമ്പോഴേക്കും നമുക്ക് എത്രത്തോളം അത് ആസ്വാദകരമാകുന്നുള്ളത് പറയാൻ സാധിക്കില്ല, അത്രയ്ക്കാണ്. അതുപോലെ ഭദ്രയാമിനി എന്ന് തുടങ്ങുന്ന പദവും വല്ലഭ മമമാര എന്ന് തുടങ്ങുന്ന തോടി രാഗത്തിലുള്ള ഭദ്രയുടെ മറുപടി പദവും രണ്ടുപേരുടെയും ഹൃദയത്തിലെ വികാരങ്ങൾ മനോഹരമായി വരച്ചു കാണിക്കുന്നു. തുടർന്ന് ശാരദേന്ദുമുഖി എന്ന് തുടങ്ങുന്ന കുബേരന്റെ പദം പ്രാസഭംഗിയിൽ മികവുറ്റതും വിശേഷണങ്ങളിൽ സുന്ദരവുമാണ്. അനിതര സുരഭില നികുഞ്ചത്തിൽ അകമേറാം എന്നത് അത്തരത്തിലുള്ള ഒന്നാണ്. അത് ഒരു ഉദാഹരണം മാത്രം. അതിലൊരുപാട് എത്രത്തോളം വിശേഷണങ്ങൾ അതിൽ ചേർന്നിട്ടുണ്ട് വായിക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. കുബേരന് ആടാനുള്ള ശ്ലോകമാണ് മാലേയഗന്ധി മധുരമന്ത്രിണി മോഹനാംഗി എന്ന് തുടങ്ങുന്ന പദം മനോധർമ്മമായി ശ്ലോകം ആടിയ ശേഷം യുദ്ധകാഹളം കേൾക്കുകയും പടപ്പുറപ്പെടുകയും ചെയ്യുന്നു. പടപ്പുറപ്പാടാണ് പിന്നെ വരുന്നത്. രംഗം 3 അദ്ദേഹത്തിന്റെ തപസ്സാണ്. അതായത് രാവണനാൽ തോറ്റുപോയ അദ്ദേഹം തപസ്സിരിക്കാൻ പോകുന്നതാണ്. ലങ്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുബേരൻ ശിവനെ ഘോര തപസ് ചെയ്യാൻ ഒരുങ്ങുന്നു. ശുഭബന്ധവരാളി രാഗത്തിൽ ചെമ്പട താളത്തിലാണ് ഈ ശിവസ്തുതി. ഇതിൽ ചരണം 2 സുരുട്ടിയിലേക്ക് മാറുന്നു. മധ്യമാവധിയിലുള്ള മംഗളശ്ലോകത്തോടെ കഥ അവസാനിക്കുന്നു. വളരെ ലളിതമായിട്ടുള്ള ഒരു ആട്ടക്കഥയാണ് കുബേരചരിതം. എല്ലാവർക്കും ആസ്വദിക്കാൻ പാകത്തിലുള്ള ഇത് തന്നെയാണ്. കുബേരനെ പോലെ തന്നെ ഈ കുബേരചരിതം കാട്ടക്കഥ രചയിതാവും സാഹിത്യ മേഖലയിൽ അതിസമ്പന്നനാണ് എന്ന് അടിവരയിടുന്നതാണ് ഈ രചന. അപ്പൊ അദ്ദേഹത്തിന് ഇനിയും കുബേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനികനാണ്. സാഹിത്യത്തിന്റെ ഈ ധനികനായ ശ്രീ KLM സുവർദ്ധന് ഇനിയും ആട്ടക്കഥകൾ എഴുതാനും കൈകൊട്ടിക്കളി പദങ്ങൾ എഴുതുവാനും അതുപോലെ തന്നെ ശ്ലോകങ്ങൾ എഴുതുവാനും ഈശ്വരൻ കടാക്ഷിക്കട്ടെ. എല്ലാ കാരണവന്മാരും അച്ഛനും അമ്മയും എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ കുബേരചരിതം സിന്ധു ഒരു മലയാളം അധ്യാപികയാണ്, കവയത്രി കൂടിയാണ്. കുട്ടികളെ സാഹിത്യത്തിലും കവിതയിലുമൊക്കെ കൈപിടിച്ചുയർത്താൻ പ്രഗത്ഭയായ ശ്രീമതി സിന്ധു നീലകണ്ഠനാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ വിൽപ്പന നൽകുന്നത്. ശ്രീ സമർത്ഥന്റെ ധർമ്മജ്ഞയായ അഞ്ജുവാണ്. അഞ്ജുവിനെയും സിന്ധുവിനെയും ഇതിനായി സാദരം ക്ഷണിക്കുന്നു. ഇത് സ്വീകരിച്ചതോടൊപ്പം തന്നെ ഒരു 4 വരി ആശംസ സിന്ധു ഇവിടെ അവതരിപ്പിക്കും. നമസ്കാരം. വേദിയിലിരിക്കുന്ന
മഹത് വ്യക്തികളെ, ബന്ധുമിത്രാദികളെ, ഈ ഒരു അവസരം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കേല സുവർദ്ധന്റെ രണ്ടാമത്തെ കഥയായ കുബേരചരിതം ആട്ടക്കഥ ഏറ്റുവാങ്ങാൻ അതില് സാധിച്ചതിലും സുവർദ്ധനോടും അത് എനിക്ക് വേണ്ടി തന്ന അഞ്ജുവിനോടും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ചെറിയൊരു 2 വരി വായിക്കാം. തെറ്റുണ്ടാവും. ആത്മസാന്നിധ്യത്താൽ കാവ്യസൗരഭ്യമേറിയും ആതിരാരവത്താൽ കൈകൊട്ടിക്കളിപാടിയും സ്കന്ദവിജയത്താൽ കളിവിളക്കു തെളിയിച്ചും കുബേരചരിതത്താൽ കാവ്യസമ്പത്തേകിയും ആത്മസാന്നിധ്യത്താൽ കാവ്യസൗരഭ്യമേറിയും ആതിരാരവത്താൽ കൈകൊട്ടിക്കളിപാടിയും സ്കന്ദവിജയത്താൽ കളിവിളക്കു തെളിയിച്ചും കുബേരചരിതത്താൽ കാവ്യസമ്പത്തേകിയും സാഹിത്യത്തിൻ മധുരഗന്ധം പരത്തിയും കാവ്യങ്ങളെയും നിറയട്ടെ സുവർദ്ധന തൂലികയാൽ. സാഹിത്യത്തിൻ മധുരഗന്ധം പരത്തിയും കാവ്യങ്ങളിനിയും നിറയട്ടെ സുവർദ്ധന തൂലികയാൽ. നന്ദി. കുബേരചരിതം ആട്ടകഥ പുസ്തക പ്രകാശന ചടങ്ങിന് പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ ആശംസകൾക്കായിട്ട് സാദരം ക്ഷണിക്കുകയാണ്. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീകലാമണ്ഡലം ബാബു നമ്പൂരി അവരുടെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. കഥകളി സംഗീതം ചിട്ടപ്രകാരം തന്നെ മനോഹരമായി ആലപിക്കുന്നതിൽ അഗ്രഗണനീയനായ ബ്രഹ്മശ്രീ ബാബു നമ്പൂതിരി ഈ കുബേരചരിതവും പാടി അനശ്വരമാക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. അദ്ദേഹത്തെ ആശംസകൾക്കായി സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സുവർദ്ധന്റെ സാഹിത്യ മേന്മയെപ്പറ്റി ഈ കുടലാറ്റുപുറത്ത് വന്നിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആശാൻ പറഞ്ഞ പോലെ കുറേ നല്ലതും മോശവുമായിട്ടുള്ള ആട്ടക്കഥകൾ, പുതിയ ആട്ടക്കഥകൾക്ക് പാടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവിക്കാച്ച പലതിലും വെട്ടലും തിരുത്തലും ഒക്കെ വേണ്ടിവരും. അത് താളത്തിൽ ഒപ്പിക്കാൻ പറ്റില്ല. ചിലത് താളം കഴിഞ്ഞിട്ടുണ്ടാവും, ചിലത് താളത്തിന് മുമ്പേ കഴിയുന്നുണ്ടാവും. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് എന്നാൽ അത് മുറിച്ചോളും, അല്ലെങ്കിൽ അത് ഇതാക്കിക്കോളും. ഇത് ഞങ്ങൾ തമ്മിൽ ഇത് സംസാരിക്കുന്ന ഒരു വരി പോലും അങ്ങനെ ചുരുക്കേണ്ടതോ നീക്കേണ്ടതോ ആയിട്ട് വന്നിട്ടില്ല. അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത്. പിന്നെ ഈ എനിക്ക് രാവണ വിജയാണ് ഈ ആട്ടക്കഥ വായിച്ച് പോകുന്നത്. അത്ര മനോഹരമായിട്ടുള്ള അലങ്കാര പ്രയോഗങ്ങൾ കൊണ്ട്, അലങ്കാര പദങ്ങളും തോഴിയുടെ പദങ്ങളും ഒക്കെ വളരെ ആസ്വാദ്യകരമായിട്ട്, മുമ്പേ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു ഇതാണ്, പക്ഷെ അത് ഏറ്റവും മനോഹരമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. കഥകളിക്ക് ഉതകുന്ന വിധത്തിൽ, കഥകളിക്ക് മുദ്ര കാണിക്കാൻ പറ്റുന്ന വിധത്തിൽ, അതും കൂടെ ഈ ആട്ടക്കഥ എഴുതുമ്പോൾ അതൊരു വളരെ നന്നായി. വേറെ നളചരിതത്തിൽ പോലും അത്തരം ചില പ്രശ്നങ്ങളുണ്ട്, അന്വേഷിച്ച് കാണിക്കേണ്ട അവസരമൊക്കെയാണ്. അതൊന്നുമില്ലാതെ വളരെ ഗംഭീരമായിട്ട് ആ ഭാഗം സുവർദ്ധൻ നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട, സുബ്രഹ്മണ്യാശാനെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ കഥകളിയാവുന്നുള്ള കാര്യത്തിൽ ഒരു പരിഭ്രമം വേണ്ട. അദ്ദേഹം വളരെ, ഇതിന്റെ കോറിയോഗ്രാഫി, ഇതിന്റെ ചൊല്ലിയാട്ടം അത് ഏറ്റവും ഗംഭീരമായിരിക്കും എന്നുള്ളത് ഉറപ്പു തരാം. പിന്നെ ഇതിന്റെ സംഗീതമാണ്
ഏട്ടൻ പറഞ്ഞ പോലെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ ഹമീർ കല്യാണി ഒരു ആവേശത്തില് ആദ്യ 1-2 വട്ട ചർച്ചയിൽ അപ്പോൾ തോന്നിയ രാഗം ആണ് അതിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ആ വായിച്ചതിന്റെ മൂഡില് ഹമീർ കല്യാണി കഥകളിയില് പഴയ കാലത്തൊന്നുമില്ല, പക്ഷെ പുതിയ കാലത്ത് പലരും പാടിയിട്ടുണ്ട്. അല്ലാതെ ഇതിലൊരു വിഷയമല്ലേ ഒരു പുതിയ കഥയ്ക്ക് ഇപ്പൊ ഇത് തന്നെ ഒരു കാര്യം ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഈ ആട്ടക്കഥയിൽ എഴുതപ്പെട്ട രാഗങ്ങൾ കാമ്പോജി ആയിക്കോട്ടെ ഭൈരവി ആയിക്കോട്ടെ അതൊന്നല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ ഈ ചെറിയ പദങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന രാഗങ്ങൾ ഇപ്പോൾ വായനയിൽ കിട്ടുന്ന അനുഭവത്തിൽ നിന്നും ഇത് ചൊല്ലിയാട്ടത്തിലേക്ക് മാറുമ്പം പുതിയൊരു അനുഭവം കിട്ടുമ്പോൾ പുതിയൊരു രാഗത്തിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുബേരചരിതം കുബേരൻ സുവർദ്ധനെ സാഹിത്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും അനുഗ്രഹിക്കട്ടെ. കാരണം ധാരാളം സമ്പത്തുണ്ടെങ്കിൽ ഇനി ആട്ടക്കഥ എഴുതി ഇനിയും നമുക്ക് ഇത് കളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും കുബേരന്റെ ഉണ്ടാവട്ടെ. അതുക്കും മേലെ ഈ ആട്ടക്കഥയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ കുമാർ ബാബുളിയെ വളരെ സ്നേഹത്തോടെ അവരോടെ ആശംസത്തോടെയായി ക്ഷണിക്കുന്നു. കഥകളി അരങ്ങനുഭവം നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ചിലർക്കുമപ്പുറം വേഷങ്ങളുടെ ദൃശ്യചാരുതയും അഭിനയ മുഹൂർത്തങ്ങളും ആലാപന സൗന്ദര്യവും താളചലനങ്ങളുമൊക്കെ അതേസമയം ലൈവായും പിന്നീട് മനോഹരമായ ചിത്രമായും വീഡിയോ ക്ലിപ്പുകളായും അനേകരിലെത്തിക്കുന്ന ശ്രീകുമാർ ബാപ്പുള്ളി കഥകളി ലോകത്തെ നല്ലൊരു റഫറൻസ് കൂടിയാണെന്ന് നാം അറിയുന്നു. വളരെ സ്നേഹത്തോടെ ആദരവോടെ ശ്രീകുമാർ ബാപ്പുള്ളിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നന്ദി. വേദിയിൽ സഹസ്രം സുഹൃത്തുക്കൾക്കും നന്ദി. ഇതിപ്പിന്റെ രണ്ടാമത്തെ നിയോഗം തന്നെ പറയാം. ഇതിന് മുന്നത്തെ ആട്ടക്കഥ റിലീസിന് ഇവിടെ വന്നിരുന്നു. രാമനാഥനായിട്ടാണ് ഞാനാണ് സ്വീകരിച്ചത്. സ്കന്ധ വിജയം. എങ്കിലും ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് സന്തോഷം, പിടിച്ചത് സന്തോഷം. പക്ഷെ ആദ്യമായിട്ട് എനിക്ക് ഈ കുബേരത്തെ ഈ കഥയെക്കുറിച്ചല്ല ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സന്തോഷം നമ്മുടെ ചരിത്രത്തിന് ഭാഗമായി മാറിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ബാലസുബ്രഹ്മണ്യം. കാരണം കഥകളിക്ക് ഇത്രത്തോളം റീച്ച് നമുക്കറിയാം. ഇപ്പൊ ഇതിഹാസ നായകനായിട്ടുള്ള മോഹൻലാലിന്റെ ഒപ്പം ആ മോഹൻലാൽ അടക്കം പാദസ്പർശം ചെയ്ത വ്യക്തിയാണ്. അപ്പൊ ഈ ആരാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് വേറെ ഇതിഹാസം നമ്മുടെ സ്വന്തം ബാലസുബ്രഹ്മണ്യം നമ്മുടെ സ്വന്തമായിട്ടുള്ള ആളാണ്. അപ്പൊ അതിലും വലിയ ഭാഗ്യമാണ്. അപ്പൊ അതിനോട് ആദ്യം പിന്നെ സുഹൃത്തിനെ കുറിച്ചാണ് ഞാൻ സ്ഥിരമായിട്ട്, കാരണം ദിവസം കവിത എഴുതണം എന്നുള്ളൊരു ഭ്രമമുള്ള വ്യക്തിയാണ്. പറഞ്ഞ പോലെ നേരത്തെ ആദ്യം പറഞ്ഞു ഈ സംഗീതമുള്ളവർക്കാണ് കൂടുതൽ നന്നാകുക പറഞ്ഞത്. അതിന്റെ ഒരു തെളിവാണ്. നമുക്ക് ഈ സംഗീതമുള്ള ഒരു കവിത എഴുതിയാലോ അതിന്റെ സാഹിത്യം എഴുതിയാലോ അതിന്റെ ഭംഗി വേറെ തന്നെ. അതൊക്കെ കൈതപ്പുറം തിരുമേനി എക്സാമ്പിൾ. പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി, അവർക്ക് അവരിൽ എഴുതുന്ന വരികളിലൊക്കെ സംഗീതം ഉൾക്കൊണ്ടുകൊണ്ടാണ് എഴുതുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വ്യക്തി കൂടിയാണ് ഈ സുഹൃത്തിന്റെയും കൂടി. കാരണം സംഗീതം അറിഞ്ഞിട്ട് അത് ചുവട് വെച്ച് മനസ്സിൽ മൂടിയും കൊണ്ടാണ് എഴുതുന്നുണ്ടാവുക. അപ്പൊ അത് പറഞ്ഞ പോലെ അത് പരസ്യമായിട്ട് തന്നെ സൂചിപ്പിച്ചു. അപ്പൊ അതിലൊരു ഗുണം, അപ്പൊ അവർക്ക് ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യാനുള്ള അവർക്ക് സ്വന്തം വരുന്ന മൂഡ്, അപ്പൊ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അതിനാദ്യമായിട്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് സുഹൃത്തിനെ. പിന്നെ ഇത് ആട്ടക്കഥ ചിട്ടപ്പെടുത്താന്ന് പറഞ്ഞാൽ ഒരു കഥകളി വേഷക്കാരനോ ഈ അരങ്ങത്ത് പ്രയോക്താവോ ആർക്കും ആവാം, കുറച്ച് പഠിച്ചവർക്കാവാം. പക്ഷെ കളരിയാസാനാവുക പറഞ്ഞ എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഞാൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ ഒരുപാട് വേഷങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലുപരി എനിക്ക് ബാലസുബ്രഹ്മണ്യന്റെ അരങ്ങ് വേഷങ്ങൾ കൂടാതെ ബാലസുബ്രഹ്മണ്യന്റെ ചൊല്ലിയാട്ടങ്ങളാണ് കാണാൻ ഇഷ്ടം. ഇപ്പൊ നാളെ റീസെന്റ് ആയിട്ട് ഒരു ചൊല്ലിയാട്ടം നളചരിത രസായന പരിപാടിയിൽ അതിശയിച്ചു പോയി. താഴെ നിൽക്കുക, ചുഴിപ്പ് എടുക്കുക ഈ പ്രായത്തിലൊക്കെ. കാരണം അത് ആ സാധകത്തിന്റെ ഊക്ക കാണിക്കുന്നത്, മേന്മി. അപ്പൊ അതും കാരണം ബാലസുബ്രഹ്മണ്യന്റെ കളരിയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഭാഗ്യം വിദ്യാർത്ഥികൾക്ക്. അതുപോലെ തേപ്പ്, ഒരു മില്ലിമീറ്റർ കൂടി മാറാത്ത വള വെച്ച് കഴിഞ്ഞാൽ മുഖ സൗന്ദര്യം, തേപ്പൊരു സൗന്ദര്യം, അണിഞ്ഞൊരുങ്ങുന്നുള്ള സംഭവം. ആഹാരത്തിന്റെ പ്രത്യേകത, ആഹാരം തയ്യാറാക്കുന്ന ഒരു മെയിൻ ഇവരുടെ ഈ രാമോഹനാശാന്റെ അവർ ചെയ്യുന്നത് വൃത്തിയുള്ള സാധനങ്ങൾ വൃത്തിയായിട്ട് അരങ്ങത്ത് എത്തിക്കുക, വേഷം കെട്ടുക എന്നുള്ള കാര്യത്തിൽ അവരോട് കാണിക്കുന്ന മേന്മയും കൂടിയാണ്, നന്ദിയും കൂടിയാണ്. അപ്പോൾ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് ഭക്ഷണം ചെയ്യുന്നത്. അതില് സത്യം പറഞ്ഞ സുഹൃത്തും ഭാഗ്യവാനാണ്.
ഇദ്ദേഹത്തെ പോലെ ആളെ നിയോഗിച്ചിട്ട് നിയോഗിക്കപ്പെട്ടത്. പിന്നെ ബാബു ഹസാനാണ്. ബാബുവിന് പണി കൊടുക്കണം അമ്മ നല്ല കാര്യം പറയാ. ബാബു സംഗീതത്തിൽ റിട്ടയർമെന്റ് ഇല്ലല്ലോ, കലാമണ്ഡലത്തിന് ഇറങ്ങി അധിക ദിവസമായിട്ടില്ല. പക്ഷെ ആള് തന്റെ ഇടാട്ടക്കാരനാണ്. നിസ്സംശയം പറയാം, തന്റെ ഇടാട്ടം പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ദിവസം രാവിലെ അതിന് പുള്ളി ഇങ്ങനെ ദിവസം പുതിയ പുതിയ റിസർച്ച് സംഗീതത്തിനെ കുറിച്ചിട്ട് അങ്ങനെ റിസർച്ച് ചെയ്യാതെ അതേപോലെ ആട്ടങ്ങൾ ഇനിയും എഴുതിയിട്ട് വരട്ടെ, ഇങ്ങനെ കിട്ടട്ടെ, സുഹൃത്തിനെ ഇനിയും പറഞ്ഞ പോലെ ഇനി എഴുതാൻ കഴിയട്ടെ. എന്തായാലും എല്ലാ ആശംസകളും. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയാണ്. അമ്മയ്ക്ക് പ്രത്യേക നന്ദി. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ആശംസകൾ അർപ്പിക്കേണ്ടിരുന്നത് കോഴിക്കോട് ഹരികുമാർ ഹരിയേട്ടനായിരുന്നു. അദ്ദേഹം ഇതിൽ പങ്കെടുത്തു. പക്ഷേ ഒരു അത്യാവശ്യ കാര്യം കൊണ്ട് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. കൂടലാറ്റുപുറത്ത് കുട്ടന്റെ ഏത് കഥകളി സംരംഭത്തിനും ജ്യേഷ്ഠ സഹോദരൻ അനുഗ്രഹമായി എപ്പോഴുമുള്ള ശ്രീ കോഴിക്കോട് ഹരികുമാർ ഹരിയേട്ടൻ എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇവിടുന്ന് നീങ്ങിയത്. അതിന് ഒപ്പം നമ്മൾ ഒപ്പം ഇത്ര നേരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആശംസ അറിയിക്കുന്നു. തുടർന്ന് ശ്രീ സന്ദീപിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ആദരണീയരായ ഗുരുജനങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ മാന്യ സദസ്സിന് പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ് കുട്ടേട്ടനായിട്ട്. അപ്പോ ഇതിനു മുമ്പേ അത് സ്കന്ധവിജയം അതിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തില് പലപ്പോഴും ഇത് ഏതാ രാഗം നന്നാവുക അങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. പിന്നെയാണ് അത് ഫൈനൽ ഇതിലേക്ക് രാമേട്ടൻ്റെ എനിക്ക് പോയത്, നെടുമ്പള്ളി രാമമോഹൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയത്. അതുപോലെ എന്താ കുട്ടികളുടെ ഒരു ഇതെന്താ വെച്ചാൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്, ഇന്ന മാതിരി വേണം. അപ്പോൾ അദ്ദേഹം മനസ്സിലൊരു സംഗീതം കണ്ടിട്ടുണ്ടാവും, അത് അതുപോലെ തന്നെ വേണം, അതിലൊരു വിട്ടുവീഴ്ചയില്ല. അതാണ് ഇത്. ഇപ്പൊ എന്തെങ്കിലും പലപ്പോഴും പല വരികളോ അല്ലെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ട്യൂൺ ചെയ്തിട്ട് ചൊല്ലേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇതാണ്, അത് അങ്ങനെ തന്നെ വേണം, അതിനപ്പുറം അപ്പുറം പറ്റില്ല, അത് സമ്മതിക്കില്ല കുട്ടികൾക്ക്. അപ്പോ ഈ ഒരു കുബേരചരിതം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കുട്ടികളുടെ ഒരു എന്താ ആ പദ സമ്പത്തിന്റെ ആ ഒരു ഇതാണ്, അതല്ലെങ്കിൽ എന്താ സാഹിത്യ സമ്പത്തിന്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇതിലിപ്പോ അന്നത്തെ പോലെ സന്തോഷത്തിലെ പോലെ എനിക്ക് കൂടുതൽ ഇൻവോൾവ് ആവാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും കൂടുതൽ ഒക്കെ ഭംഗിയാവട്ടെ. പ്രകാശിതമായിട്ടുള്ള ഈ പുസ്തകം അരങ്ങില് വളരെ നന്നായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിന് മഹാന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കിട്ടി. ആശാനൊക്കെ ഒത്തിരി വലിയ സന്തോഷം, അതുപോലെ ബാബു ആശാൻ ഇവരൊക്കെ കിട്ടിയത്. അപ്പോ ഞാനിവിടെ ഇവിടുത്തെ ഒരു അംഗം പോലെ തന്നെയാണ്. അപ്പോ എന്തായാലും ഈ ഒരു ആദ്യത്തെ ഒരു ഇതിന് ശേഷവും പിന്നെയും കൂടുതൽ അരങ്ങുകള് ആദ്യത്തെ കഥയ്ക്കും ഇനിയുള്ള കഥയ്ക്കും കിട്ടട്ടെ. അതിനായിട്ട് ഭഗവതി അനുഗ്രഹിക്കട്ടെ. സന്തോഷം. താങ്ക് യു. മറുപടി ഭാഷണത്തിനായി ബ്രഹ്മശ്രീ KLM സുവർദ്ധൻ അവരെ ക്ഷണിക്കുന്നു. അദ്ദേഹം മനസ്സിൽ കണ്ടതുപോലെ വിചാരിച്ചതുപോലെയൊക്കെ ഇതായിട്ടുണ്ടോ എന്നറിയില്ല. നമുക്കറിയാം സുവർദ്ധന്റെ വിവിധ തരത്തിലുള്ള മേഖലയിലുള്ള കഴിവുകൾ. ഈ അടുത്ത കാലത്ത് പ്രശസ്തിയുടെ മറ്റൊരു പടവായ സിനിമാ ഗാനരംഗത്തും അദ്ദേഹം ശോഭിച്ചിട്ടുണ്ട്. വെറുംപെട്ടവൻ എന്ന സിനിമയുടെ കൺപീരികളിൽ നിന്ന് തുടങ്ങുന്ന പാട്ട് നമ്മളെല്ലാവരും കേട്ടതാണ്. മറ്റൊരു മേഖല കൂടി അദ്ദേഹത്തിന് വഴങ്ങുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. മറുപടി ഭാഷണത്തിനായി സ്വന്തം രചനയെക്കുറിച്ച് പ്രതീക്ഷകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനായി ബ്രഹ്മശ്രീ KLM സുവർദ്ധൻ അവരെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ എല്ലാ ബന്ധുമിത്രാദികൾക്കും നമസ്കാരം. ഇന്ന് എന്നെ സംബന്ധിച്ച ഒരു സുദിനമാണ്. കുബേരചരിതം എന്ന എൻ്റെ ഈ ആട്ടക്കഥ എഴുതാൻ നിശ്ചയിച്ചപ്പോൾ തന്നെ
ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചിരുന്നു. 2-2.5 മണിക്കൂറിനുള്ളിൽ തീരാവുന്ന ഒരു ആട്ടക്കഥയാവണം ഇത് എന്ന്. കാരണം ഇന്നത്തെ കാലഘട്ടം അത് ആവശ്യപ്പെടുന്നു. സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രംഗങ്ങളെ കോർത്തിണക്കി ഒരു ആട്ടക്കഥ, അതാണ് കുബേരചരിതം. പുസ്തക പരിചയത്തിലൂടെ ശ്രീമതി സന്ധ്യാമധു പറഞ്ഞതിൽ നിന്നും ഇക്കാര്യം നിങ്ങൾ ഏവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. കുബേരചരിതത്തെ സംബന്ധിച്ച് ഇനി അരങ്ങനുഭവമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. അത് വളരെ ഹൃദ്യമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം കളിയരങ്ങിൽ ഇന്ന് പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽപ്പെട്ട അതുല്യ കലാകാരന്മാരെയാണ് കുബേരചരിതം അരങ്ങേറാൻ ഞാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ ചുമതല അവർ ഭംഗിയായി നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. വരുന്ന ഡിസംബർ 27 ശനിയാഴ്ച പൈങ്കുളം തിരുവഞ്ചിക്കുഴി മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് ആ പ്രത്യാശ കുബേരചരിതം ഭംഗിയായി അരങ്ങേറിയതിന്റെ ചാരിതാർത്ഥ്യത്തിലേക്ക് വഴിമാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നോട് സഹകരിക്കുന്ന ബാലസുബ്രഹ്മണ്യാശാനും ബാബുവേട്ടനും ഉൾപ്പെടെയുള്ള കുബേരചരിതം ടീമിലെ എല്ലാ കലാകാരന്മാരോടുമുള്ള എന്റെ നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ ഇവിടെ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു ചേർന്ന രാമോഹേട്ടൻ, ഹരിയേട്ടൻ, പാപ്പുള്ളി ശ്രീകുമാർ അവർകൾ, എന്റെ ബന്ധുമിത്രാദികൾ എന്നിവരോടും ഉള്ള എന്റെ നന്ദിയും കടപ്പാടും ഇത്തരുണത്തിൽ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡിസംബർ 27 ഏവർക്കും നല്ല അരങ്ങനുഭവം ഉണ്ടാകാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തായാലും ഈ ചടങ്ങ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ ധന്യമായൊരു മുഹൂർത്തമാണ് നമുക്കിവിടെ ഇന്ന് സാധ്യമായത്. ഒരുപക്ഷെ സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും അടുപ്പം കൊണ്ടും കൂടിച്ചേർന്ന ഒരു കൂടിച്ചേരലിന്റെ ഒരു മനോഹാരിതയും ഇഴയടുപ്പവുമൊക്കെയാണ് ഇവിടെ നാം അനുഭവിച്ചത്. അതിന് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ കൃതജ്ഞത അറിയിക്കുക എന്നുള്ളതാണ് എന്റെ ധർമ്മം. ഒരു പക്ഷേ അപരിചിതമായ കഥകളി മേഖലയെ അതിലേക്ക് അടുപ്പിച്ചതിൽ കേരള സുവർദ്ധന്റെ പങ്ക് വളരെ പ്രധാനമാണ്. എന്തായാലും ഒരു പരിപാടി ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയും ആയി മാറിയ ഒരു അനുഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അതും ഈ മേഖലയിൽ പ്രഗത്ഭരായവരെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതും സന്തോഷം നൽകുന്നു. എന്തായാലും ഇതിന്റെ ഈ ലളിതമെങ്കിലും വളരെ പ്രൗഢമായ ഈ ചടങ്ങ് നിയന്ത്രിച്ച കലാമണ്ഡലം രാംമോഹൻ അവർക്ക് ഉള്ള കൃതജ്ഞത ഔപചാരികതയുടെ പേരിൽ മാത്രം അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഒരു തലം കൂടി ഉയർന്ന ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യാശാൻ ഈ പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ പരിപാടി ധന്യമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള കൃതജ്ഞതയും ഞാൻ ഇവിടെ അറിയിക്കുന്നു, എല്ലാവർക്കും വേണ്ടിയും അറിയിക്കുന്നു. ഈ ലളിത കൂടിച്ചേരൽ ഒരു സംഗീതത്തിന്റെ തലത്തിലേക്ക് വളർത്താൻ മനോഹരമായ ആശംസകൾ കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായ ശ്രീ ബാബു നമ്പൂതിരിയോടുള്ള സ്നേഹവും നന്ദിയും കൃതജ്ഞതയുമൊക്കെ അറിയിക്കുകയാണ്. ഹരിയേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഹരിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, അഴിക്കൂടി ഹരിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് പോയത്. എന്നാലും ഇതിൽ പങ്കെടുത്ത ആ സാന്നിധ്യത്തിന് ഉള്ള കൃതജ്ഞത അറിയിക്കുന്നു. ശ്രീകുമാർ ബാബുള്ളിയെ
നമുക്കറിയാം, നമ്മളെപ്പോഴും കാത്തിരിക്കുന്നത് ഓരോ നിമിഷത്തിന്റെയും ഇത്തരത്തിലെ ധന്യ മുഹൂർത്തങ്ങളുടെ ഫോട്ടോയായും വീഡിയോയ്ക്കാണ്. അപ്പൊ അവിടെ ഇരുന്നിട്ട് അതിന്റെ ചില ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട്. അത് അടുത്ത ദിവസം നമ്മൾ ഈ ധന്യ നിമിഷത്തെ വേറെ രീതിയിൽ കാണാൻ കഴിയും. ഇതിൽ പങ്കെടുത്ത് നല്ല വാക്ക് പറഞ്ഞ അദ്ദേഹത്തോടുള്ള നന്ദിയും ഇവിടെ അറിയിക്കുകയാണ്. സന്ദീപിന് മനോഹരമായി പ്രാർത്ഥന ആലപിച്ചതിനും നല്ല വാക്കുകൾ പറഞ്ഞതിനുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു. പുസ്തകം പരിചയപ്പെടുത്തിയ സന്ധ്യാമധു, അത് സ്വീകരിച്ച സിന്ധു നീലകണ്ഠൻ, അതുപോലെ തന്നെ ഇതില് ഈ ആദരവ് നൽകിയ ഈ വിശിഷ്ട വ്യക്തികളെ ആദരിച്ച തിക്കാര കൃഷ്ണേട്ടൻ, ഇവിടെ ഇതിന്റെ സ്വാഗതം പറഞ്ഞ സുരേഷേട്ടൻ, ഏറ്റവും പ്രധാനം ഇതിന്റെയൊക്കെ കേന്ദ്ര കഥാപാത്രമായ ശ്രീ KLM സുഹൃത്തൻ കുട്ടൻ, എല്ലാവർക്കുമുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത് ഈ ലളിതമായ ചടങ്ങ് പ്രൗഢമാക്കിയ ഇതിന് സാക്ഷിയായ എല്ലാവർക്കും, ഇവിടെ വരാൻ പറ്റാതെ മനസ്സുകൊണ്ടും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ടായിരിക്കും, അവർക്ക് എല്ലാവർക്കുമുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, കടപ്പാടിന്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ അമ്മ, അതുപോലെ തന്നെ അഞ്ചുമൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. വർദ്ധനെ നമ്മൾ കൃതജ്ഞത പറയുമ്പോൾ അത് അവർക്ക് കൂടി ബാധകമാണ്. എങ്കിലും അവരെ കൂടി ചേർത്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത അറിയിച്ച് നിർത്തുന്നു. നന്ദി.